കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരെ കേരളം നൽകിയ ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് സുപ്രീംകോടതി വിട്ടിരിക്കുകയാണ്. കേരളവും കേന്ദ്രവും പലവട്ടം നടത്തിയ ചർച്ചകളിലും പ്രശ്നം പരിഹാരമാകാത്തതിനെ തുടർന്നാണ് ഈ ഒരു നടപടി. വിഷയം വിശദമായി പരിശോധിക്കേണ്ടതാണെന്നും രണ്ടംഗ ബെഞ്ച് നിരീക്ഷിച്ചിട്ടുണ്ട്. കേരളത്തിന് ഉടൻ അധിക കടം എടുക്കാനാകില്ലെന്നും പറയപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആർക്കി? തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് സംസ്ഥാനം ഉന്നയിച്ചത്. ഒരു സംസ്ഥാനം എന്നത് ഫെഡറൽ താൽപര്യങ്ങൾക്ക് അനുസൃതമായ വിധത്തിലുള്ള അവകാശങ്ങൾ ലഭിക്കാൻ അർഹമാണ് എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ കേരളം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞത് ഈ വിഷയത്തിൽ ഏതെങ്കിലും ഇപ്പോഴത്തെ രീതിയിൽ ഒരു പെട്ടെന്നുള്ള തീരുമാനമെടുക്കുന്നത് ഉചിതമല്ല. പ്രത്യേകിച്ച് ഭരണഘടന ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ, പ്രത്യേകിച്ച് കടമെടുക്കുന്ന അവകാശങ്ങൾ എത്രത്തോളമാണ് എന്നതിനെ സംബന്ധിച്ചൊന്നും സുപ്രീം കോടതി ഒരു തീരുമാനം ഇതുവരെയും എടുത്തിരിക്കാത്ത പശ്ചാത്തലത്തിൽ ഭരണഘടനാ ബെഞ്ച് ഈ വിഷയം പരിഗണിക്കട്ടെ എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടംഗ ബെഞ്ച് ഈ ഹർജി സ്യൂട്ട് ഹർജിയാണ് കേരളം സമർപ്പിച്ചത്. ഈ സ്യൂട്ട് ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണ് ചെയ്തത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.